ഗായ്സ്, അങ്ങനെ വിജയുടെ ലാസ്റ്റ് സിനിമ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാണ്. EVM പെരുമ്പാവൂരിലാണ് പോകുന്നത്. ഫുൾ ഫ്രണ്ട്സായിട്ട് നമ്മൾ അവിടെ നിന്നാണ് വിജയുടെ ഫാൻ ഷോസ് കണ്ടു തുടങ്ങിയത്. അവസാനം അവിടെ തന്നെ ഗായ്സ്, അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് EVMൽ നാളുകൾക്ക് ശേഷം. ആയിട്ടാണ് EVM പെരുമ്പാവൂരിൽ ഇങ്ങനെ കാണുന്ന അവസ്ഥ. അല്ലെങ്കിൽ സീറ്റ് പോലും കിട്ടാത്ത അവസ്ഥയാണ്. സിനിമ കഴിഞ്ഞിറങ്ങിയപ്പോൾ അവന്മാരോടെ ജനനായകന്റെ കാറിന്റെ അവിടെ ഫോട്ടോഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗൈസ്, അങ്ങനെ ജനനായകൻ കണ്ട് തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ തളപതി വിജയുടെ ലാസ്റ്റ് സിനിമ എന്ന പേരിൽ റിലീസായ സിനിമയാണ് ജനനായകൻ. വിനോദാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മുടെ മമിത ബൈജു ഉണ്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാമായിരുന്നു ഇത് ഭഗവത് കേസരി എന്ന സിനിമയുടെ റീമേക്ക് ആണെന്നുള്ള രീതിയിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഒരു സിനിമേനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഭഗവത് കേസരിയുടെ ഒരു കുറച്ച് ഭാഗങ്ങൾ എടുത്തിട്ടുണ്ടെന്നല്ലാതെ കംപ്ലീറ്റ്ലി ഭഗവത് കേസരി ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഭഗവത് കേസരിയുടെ കുറച്ച് സീനുകൾ അങ്ങനെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് രണ്ട് ഡയലോഗ്സും കാര്യങ്ങളൊക്കെ വിജയ് പറയുന്നുണ്ട്. ബാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി സ്ക്രീൻ പ്ലേ മാറ്റിയിട്ടുണ്ട്. വിജയ് നല്ല രീതിയിൽ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് കൈ കടത്തിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഭഗവത് കേസരിയിൽ ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പുള്ളിയുടെ പൊളിറ്റിക്കൽ എൻട്രിക്ക് വേണ്ടിയിട്ട് പുള്ളി ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു സിനിമയിൽ വിജയിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിസാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പോൾ ഈവൻ മമിത ബൈജുയുടെ പെർഫോമൻസ് ആണെങ്കിൽ പോലും ഭഗവത് കേസരി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കേസാണ് പറയുന്നത്. ഭഗവത് കേസരിയിൽ ശ്രീലീല ചെയ്തു വെച്ചിരിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് വൻ ഷോക്കാണ്. പിന്നെ എടുത്തു പറയാനുള്ളത് വിജയുടെ പെർഫോമൻസ് തന്നെയാണ്. വിജയ് ഈ ഒരു പ്രായത്തിലും വിജയുടെ ഡാൻസ് ഉണ്ട്. വൺ ലാസ്റ്റ് ഡാൻസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഏകദേശം ഒരു 1.5 മിനിറ്റോളം എനിക്ക് തോന്നുന്നു വിജയ് നല്ല രീതിയിൽ അത് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ ഈ പറയുന്ന പോലെ ഫാൻസിന് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനുള്ള സംഭവമുണ്ട്. പക്ഷേ ഞാൻ ചെറുപ്പം മുതൽ വിജയ് സിനിമകൾ കാണുന്നത് EVM സിനിമാസ് പെരുമ്പാവൂരാണ്. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിജയ് ഫാൻസ് ഉള്ള ഒരു ഏരിയ ആണ് പെരുമ്പാവൂർ. അതായത് വിജയ് ഫാൻസ് വിജയുടെ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ EVM ഉണ്ട്, ആശീർവാദ് ഉണ്ട്. മൊത്തം 6 സ്ക്രീൻസ് ഉണ്ട്. ഏകദേശം ഒരു 1000-1200ഓളം ആളുകൾ അറ്റ് എ ടൈം കാണുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതായത് ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥയായിരുന്നു വിജയുടെ. പക്ഷെ ഇന്ന് ആകെ EVMൽ ഒരു സ്ക്രീനും ആശീർവാദിൽ ഒരു സ്ക്രീനിലും 1-2 സ്ക്രീൻ, ആശീർവാദിൽ പോയില്ലെങ്കിൽ മിക്കവാറും 2 സ്ക്രീനിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം അവിടെ സീറ്റ് കുറവാണ്. എങ്കിൽ പോലും EVM ഫസ്റ്റ് സ്ക്രീൻ പോലും ഹൗസ്ഫുൾ അല്ലായിരുന്നു. അത്രത്തോളം ആളുകൾക്ക് പ്രതീക്ഷയില്ലാത്തൊരു സിനിമയായിരുന്നു ജനനായകൻ. അപ്പോൾ എനിക്ക് സംബന്ധിച്ചെടുത്ത് നോക്കുകയാണെങ്കിൽ ജനനായകൻ അത്ര വർക്കായില്ല. പിന്നെ ഇതിൻ്റെ ടൈം ഡ്യൂറേഷനാണെന്ന് തോന്നുന്നു അത്രയും കാലം. ഇപ്പോൾ ഒരു 2.5 മണിക്കൂറിൽ തീർക്കായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ പറയുന്ന പോലെ ചിലപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് പെട്ടെന്ന് തീർന്നല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. 3 മണിക്കൂർ ഭയങ്കര ഓവറായിട്ട് എനിക്ക് തോന്നി. കാരണം ഭഗവത് കേസരി പോലും എത്രയില്ല, 2.25 മണിക്കൂറോ 2.5 മണിക്കൂറോ എന്താണ്ടുള്ളൂ. ഇത് ഒരുപാട് കാര്യം. പിന്നെ വിജയനെ കാണാൻ വേണ്ടി നമുക്ക് എന്തായാലും ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി കാണാം. കാരണം വിജയുടെ പക്ക മാസ് ഡാൻസ്, ബാക്കി എല്ലാ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. പിന്നെ നമ്മുടെ ബോബി ഡിയോള് അതും പുള്ളിയും കലക്കനായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രിയാമണി ഉണ്ട്, നമ്മുടെ പ്രകാശ് രാജാണ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. വിജയുടെ പൊളിറ്റിക്കൽ കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്തിനാണ് ജനനായകൻ ജനുവരി റിലീസാക്കാതെ ഇത്രയും ഇപ്പം ഇറക്കി എന്നുള്ളത് ഒരു ചിന്തയാണ്. അതായത് ഇലക്ഷന് മുമ്പ് ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുത്തെ പാർട്ടികൾക്ക് ഇത്, അല്ലെങ്കിൽ വിജയ്ക്ക് ഒരു 2-3 വോട്ട് കൂടുതൽ കിട്ടുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഈ ഒരു സിനിമ കണ്ടപ്പോൾ എനിക്ക് എത്ര ഇതായിരുന്നു. കാരണം ഇതിനു മുമ്പ് വിജയ് ചെയ്ത സിനിമകളിൽ പുള്ളി പറഞ്ഞ രാഷ്ട്രീയം വെച്ച് നോക്കുമ്പോൾ ഇതിലൊന്നുമില്ല. ഇപ്പം മെർസൽ എന്നുള്ള ഒരൊറ്റ സിനിമ എടുത്താൽ മതിയല്ലോ, വിജയുടെ രാഷ്ട്രീയം, വിജയ് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ സർക്കാർ
ഏത് കത്തി ഏതൊരു സിനിമ എടുത്തു നോക്കിയാലും വിജയ് പറഞ്ഞിരിക്കുന്ന രാഷ്ട്രീയം വെച്ച് നോക്കുമ്പോൾ ഈ സിനിമയിൽ ഒന്നുമില്ല. ഇത് പിന്നെ എന്തിനാണ് ഈ പറയുന്ന പോലെ ഇങ്ങനെ നീട്ടി വെച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്തായാലും എന്തായാലും തിയേറ്ററിൽ പോയി ഒന്നുകൂടി കാണുന്നുണ്ട്. കാരണം EVM-ൽ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ബാഡ് സ്ക്രീനാണെങ്കിലും സൗണ്ട് ക്വാളിറ്റി ആണെങ്കിലും കുറച്ച് ഭയങ്കര മോശമായിരുന്നു. അപ്പോൾ എന്തായാലും ഫാമിലിയായിട്ട് ഒന്നുകൂടി കാണാൻ പോകാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ നിങ്ങളും എന്തായാലും തീർച്ചയായിട്ടും വിജയുടെ ലാസ്റ്റ് ചാൻസ് എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണാം. എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഭഗത് കേസരി കണ്ടിട്ടില്ല, ഭഗത് കേസരിയായിട്ട് കമ്പയർ ചെയ്യാതെ കാണുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ 3 മണിക്കൂറുണ്ട് പടം. ആ ഒരു ഇത് മാത്രം നോക്കി പോകാം. നിങ്ങളുടെ ടൈമും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് പോയി കാണാം. എന്തായാലും ഒരു 1 ടൈം വാച്ചബിൾ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. വിജയുടെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, അതായത് മാസ് മസാല പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ജനനായകൻ. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്, ഇപ്പോൾ കണ്ടവർ നിങ്ങളുടെ കണ്ട ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക, കാണാത്തവർ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക.